ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോജിക് ആസിഡ് നിയാസിനാമിഡ് ഇത് ഏതാണ് ഫാസ്റ്റായിട്ട് റിസൾട്ട് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമും അതുപോലെ 4% നിയാസിനാമിഡ് ഡേ ക്രീമാണ്. ഈ കാണുന്ന ഐറ്റങ്ങളൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷന് ആക്നിമാക്സ് ഒക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ടോ, ഇത് സ്കാം ആണോ, ഇനി ഇത് ഉപയോഗിച്ചത് കൊണ്ട് വല്ല എഫക്റ്റീവ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഡെംഡോക്ക് എന്നൊരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡ് ബഡ്ജറ്റ് സ്കിൻ കെയർ കാറ്റഗറി വരുന്ന ഒരു പോപ്പുലർ ബ്രാൻഡ് കൂടിയാണ് കേട്ടോ. നമുക്ക് സേഫായിട്ട് നമ്മൾ സ്കിൻ കെയറിൽ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രാൻഡ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം ഡെംഡോക്കിൻ്റെ നൈറ്റ് ക്രീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് കോജിക് ആസിഡ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നൈറ്റിൽ നമ്മുടെ സ്കിൻ കെയർ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ് കേട്ടോ ഈ കോജിക് ആസിഡ് എന്നുള്ളത്. ഈ ഒരു ക്രീം നമ്മൾ നൈറ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ സ്ലോ ആയിട്ട് ഫെയ്ഡ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒരുപോലെ ആക്കാനായിട്ട് ഈ ഒരു കണ്ടന്റ് കൊണ്ട് സാധിക്കും. കൂടാതെ തന്നെ നിയാസിനാമൈഡും അതുപോലെ ആൽഫ അർബിറ്റിൻ എന്ന കണ്ടൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു രണ്ട് കണ്ടന്റ് വരുന്നുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് നല്ല പോലെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇതൊരു സ്റ്റിക്കി ആയിട്ട് ഫീലും ചെയ്യില്ല. പിന്നെ ഇത് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്രീം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളിത് 2-3 ആഴ്ച നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ സ്ലൈറ്റിൽ ഒരു ഗ്ലോ ആയിട്ട് കാണിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് സ്കിന്നിൽ കാണാൻ കഴിയും. പിന്നെ ഇത് പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു ഐറ്റം ഒന്നല്ല. നമ്മൾ ഇത് ഡെയിലി നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പതുക്കെ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും. ഇനി വരുന്ന മറ്റൊന്നാണ് കേട്ടോ 4% നിയാസിനാമൈഡ് ഡേ ക്രീം. ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നുള്ള ഓയിലൊക്കെ വളരെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നുള്ള പോറസ് റെഡ്യൂസ് ചെയ്യും, ആക്നെ മാർക്സ് ഒക്കെ ഫെയ്ഡ് ചെയ്യും. കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഈ ക്രീം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ എടുത്ത് കാണിക്കും കേട്ടോ. ഇനി നിങ്ങൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഞാൻ ഈ ഡെംഡോക്കിൻ്റെ ബ്രാൻഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് ലെവൽ നോക്കിയിട്ടും അതുപോലെ ഇത് ബെഗിനേഴ്സിനൊക്കെ വളരെ സേഫാണ് കേട്ടോ യൂസ് ആക്കാനൊക്കെ. പിന്നെ ഇത് കോംബോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു റിസൾട്ട് ലഭിക്കും കേട്ടോ. പിന്നെ ഇവ രണ്ടും ഓയിലി സ്കിന്നും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്ന് ആണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് യൂസ് ആക്കിയത് കൊണ്ട് 1 വീക്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒന്നും കാണിക്കില്ല. നമുക്ക് പതുക്കെയാണ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക. ഇനി നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രമാണ് കേട്ടോ ഈ ഒരു ഐറ്റങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകളാണ് ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഡേ ക്രീം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം ഒരു സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ടതാണ്. ഇനി നൈറ്റ് ക്രീം ആണെങ്കിൽ ആദ്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ കാര്യം കൂടി ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടി വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് എനിക്ക് ഇതൊക്കെയാണ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്രാൻഡിലുള്ള ഈ ഐറ്റംസ് ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ സ്കിന്നെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ വിശ്വസിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ്. നിങ്ങളൊന്ന് വാങ്ങിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്ക്. താങ്ക് യു ഫോർ മൈ വാച്ചിങ് വീഡിയോ.